അതൊക്കെ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ വർഷങ്ങളോളം ആ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ ഇങ്ങനെ കിടന്നേക്കോട്ടോ. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ഇതേപോലെ തന്നെ ആയിരിക്കും. ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഒരു മടി കാരണം എനിക്ക് ആ ഒരു മേഖലയിൽ ഇതുവരെ സക്സീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഈ ഒരു ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിഷു ഡേ വ്ളോഗുമായിട്ടാണ്. വിഷുയുടെ അന്ന് രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷുവിൻ്റെ അന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ ചില റേഞ്ച് ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. ഇന്ന് ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വൈഫൈയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പം കുറച്ചുകൂടി എനിക്കതൊരു ഈസി ആയിട്ട് തോന്നി. എല്ലാ ഡേയും എനിക്ക് വിഷുവിൻ്റെ അന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് നിർബന്ധമാണ്. കാരണം നമ്മളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിഷു ആഘോഷിച്ചിട്ട് നമ്മളുടെ പാരൻസ് അവിടെ ഒറ്റയ്ക്ക് വിഷു ആഘോഷിക്കുമ്പം എനിക്കത് ഭയങ്കര മൈൻഡ് പ്രൈസാണ്. അതുകൊണ്ട് എനിക്ക് വിഷുവിൻ്റെ ഡേനെ വീട്ടിലെത്തണമെന്ന് ഭയങ്കര ഇതാണ്. പക്ഷേ ഇത്തവണ ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും ഈ വിഷു ഞങ്ങളിവിടെ കളറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ